So good afternoon. Good afternoon, sir. Data book. ഗ്യാസ് ടേബിൾസിന്റെ ആവശ്യമുണ്ട്. പ്രോബ്ലം ചെയ്യാനായിട്ട് ഗ്യാസ് ടേബിൾസ് ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഇക്വേഷൻസ് യൂസ് ചെയ്യാം, പക്ഷെ ഇക്വേഷൻസ് ആണെങ്കിൽ തന്നെ ചില സിമ്പിൾ ഇക്വേഷൻസ് ആണ് നമുക്ക് ഓർത്തെടുക്കാനായിട്ട് എളുപ്പമാണ്. വലിയ ഇക്വേഷൻസ് വരുമ്പോൾ അത് യൂസ് ചെയ്ത് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കാൻ. അപ്പൊ സിമിലർ കുറെ ഇക്വേഷൻസ് ഒക്കെ സിമിലർ ആയിരിക്കും. മാക്സ് ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ, പ്രഷറിന്റെ ടേംസിലായിരിക്കും. സാറൊന്നും കേൾക്കുന്നില്ല, കട്ടായി പോകും. ഹലോ, കേൾക്കാവോ? ഹലോ, വോളിയം ഭയങ്കര കുറവാ, ചെറുതായിട്ടാ കേൾക്കുന്നേ. അപ്പൊ കേൾക്കാവോ? ഹലോ, കേൾക്കാവോ പറയുന്നേ? കേൾക്കാം സാർ. കേൾക്കാം സാർ. ഞാൻ മൈക്കൊന്നും മാറ്റിയിട്ടില്ല, സെയിം മൈക്കാണ്. കണക്ഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് ടുഡേസ് ക്ലാസ്. ഇന്നലെ അല്ല, മൺഡേ നമ്മള് രണ്ടുമൂന്ന് പ്രോബ്ലംസ് ആണ് ചെയ്തത്. സോ വിൽ കണ്ടിന്യൂ ദ സോൾവിംഗ് പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ the topics what we covered in the first unit. Nothing കൊണ്ട് I will stop the module 1. From next class we will start our second module. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഗ്യാസ് ടേബിൾസ് എല്ലാവരും റെഡി ആയെങ്കിൽ തുടക്കത്തിൽ വേണ്ട. തുടക്കത്തിൽ അതിന്റെ തിയറി പറഞ്ഞു പോകുമ്പോൾ അതിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ അതിന്റെ ട്യൂട്ടോറിയൽസ് ചെയ്യുമ്പോൾ അതില്ലാതെ ബുദ്ധിമുട്ടാണ്. ഇത്രയും പെട്ടെന്ന് നോക്കുക. അതർവൈസ് ഐ വിൽ ഷെയർ ദി ഫോട്ടോകോപ്പി അല്ല, അതിന്റെ ഫോട്ടോഗ്രാഫ് എടുത്തിട്ട് അയക്കാം, നിങ്ങളുടെ ഇതിലിടാം. അറ്റ്ലീസ്റ്റ് അത് റെഫർ ചെയ്യാം നിങ്ങൾക്ക് ഇല്ലാത്തവർ. എനിവേ വി ഹാവ് ടു കണ്ടിന്യൂ ദ ക്ലാസ്സസ്. സോ ഇത്രയും പെട്ടെന്ന് മേടിക്കുക. അതില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അത് ക്ലാസ്സിന്റെ ഒപ്പം മനസ്സിലാക്കി പോയാൽ എളുപ്പമാണ്. യൂസ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ടേബിൾസ്. നിങ്ങൾക്ക് ക്ലാസ് പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങൾ നോക്കി പോവുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി മച്ച് ഈസിയർ. So we will begins today's class. അപ്പൊ അതിന് മുമ്പ് അതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് പ്രോബ്ലത്തിലോട്ട് പോകാന്ന് വെച്ചിട്ടാണ്. അപ്പൊ നമ്മളെപ്പോഴും മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഇതിന്റെ അകത്ത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ ഷോർട്ട് ഫോമിൽ ISA കോൾ ഇറ്റ്. അപ്പൊ ഇതിന്റെ ആവശ്യമല്ല. ഇത് എന്താന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഓർ റെഫറൻസ് കണ്ടീഷൻസ് വിച്ച് ആർ യൂസ്ഡ് when you design or when you evaluate the performance of aircrafts. അപ്പൊ അവിടെ എന്താ പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മള് എയറിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഈ ഡിസൈൻ ആയാലും ഇതിന്റെ പെർഫോമൻസ് ഇവാലുവേഷനിലായാലും എയറിന്റെ പ്രോപ്പർട്ടീസ് എടുക്കണം. അപ്പൊ എയറിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയാൻ നമുക്കറിയാം എന്താണ്, ദാറ്റ് വിൽ വാരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. ജിയോഗ്രഫി മാറുന്നതനുസരിച്ച്, അല്ലെങ്കിൽ സമയം മാറുന്നതനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഇയർ വൈസ് മാറാം. ഓരോ സമയത്തും ഉള്ള പ്രോപ്പർട്ടീസ് ഡിഫറെന്റ് ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി or that problem can be overcome if a reference atmosphere is defined. അപ്പൊ അങ്ങനെയുള്ള ഒരു റെഫറൻസ് അറ്റ്മോസ്ഫിയർ ആണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ആൻഡ് all these properties, they are compared or referred with respect to this international standard atmosphere. So the properties are taken. ഇവിടെ ടേബിൾ കാണിച്ചിട്ടുണ്ട്. ആ ടേബിളിൽ കാണിച്ചിരിക്കുന്ന പ്രഷർ, ടെമ്പറേച്ചർ, ഡെൻസിറ്റി, സൗണ്ട് വെലോസിറ്റി, വിസ്കോസിറ്റി, കൈനമാറ്റിക് വിസ്കോസിറ്റി, ഇതെല്ലാം തന്നെ റെഫറൻസ് കണ്ടീഷൻസ് ആയിട്ട് എടുക്കാറ്. എന്നുവെച്ചാൽ അവിടെ നൊട്ടേഷൻസ് നോക്കുക. ഒരു P
നമ്മൾ നേരത്തെ പി നോട്ട് എന്ന് പറയുന്ന സിമ്പിൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ 0 എന്ന് പറയുന്ന സബ്സ്ക്രിപ്റ്റ് ആയിട്ടാണ് വന്നത്. അത് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻസ് റെപ്രസെന്റ് ചെയ്യുകയാണ്. ഇവിടെ അതിന്റെ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാ പ്രോപ്പർട്ടീസും ഈ സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ടൊരു 0 വന്നിട്ടുണ്ടാവും. സോ ദാറ്റ് റെഫേഴ്സ് ടു ദി സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് അറ്റ് സീ ലെവൽ കണ്ടീഷൻ. അപ്പൊ ഈ വാല്യൂസ് നിങ്ങൾ ഡാറ്റാ ബുക്കിൽ കാണും. ഇത് പലപ്പോഴും നമുക്ക് നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യം വരാറുണ്ട്, പെർട്ടിക്കുലർലി പ്രഷറും ടെമ്പറേച്ചർ വാല്യൂസും. അതിനാണിത് പറഞ്ഞത്. സോ ദിസ് ഈസ് ദി റെഫറൻസ് കണ്ടീഷൻ that is normally used in the analysis of or in the performance analysis of in the design of the aircraft. അത് എന്താന്നുള്ളത് മനസ്സിലാക്കുക. Then another thing that you need to know is different layers of atmosphere. ഇത് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ ഏതോ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. അറ്റ്മോസ്ഫിയർ you can divide it into several layers. അപ്പൊ അങ്ങനെ അത് ഇവിടെ ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ സൗണ്ട് വെലോസിറ്റിയുടെ കാൽക്കുലേഷൻ വരുന്നുണ്ട്. നമ്മുടെ പ്രോബ്ലത്തിൽ ഫോളോ ചെയ്യുമ്പോൾ അനാലിസിസിലൊക്കെ യു നീഡ് ടു ഇൻപുട്ട് ദ വാല്യൂ ഓഫ് ദി സൗണ്ട് വെലോസിറ്റി. അപ്പൊ സൗണ്ട് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു നോ is depends on the temperature. Our temperature is not the same at all locations. അത് altitude അനുസരിച്ചിട്ട് മാറുന്നുണ്ട്. അപ്പൊ അത് നമ്മളപ്പോ ഡിസൈനിൽ നമ്മൾ എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് എത്ര ഓൾട്ടിറ്റ്യൂഡിലാണ് അത് ഫ്ലൈ ചെയ്യേണ്ടത് അതനുസരിച്ചിട്ടുള്ള ആ ഓൾട്ടിറ്റ്യൂഡിലുള്ള ടെമ്പറേച്ചർ വാല്യൂ അല്ലെങ്കിൽ അത്ര ഓൾട്ടിറ്റ്യൂഡിലുള്ള ആവറേജ് ടെമ്പറേച്ചർ വാല്യൂ നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പൊ അതിനാണത് നമ്മളിവിടെ പറയുന്നത്. സോ ആസ് യു നോ യു ക്യാൻ ഡിവൈഡ് ഇറ്റ് ഇൻടു ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, അയണോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. അപ്പൊ അത് ഓൾട്ടിറ്റ്യൂഡ്സിനനുസരിച്ച് നമ്മൾ ഇത്ര ഓൾട്ടിറ്റ്യൂഡ് വരും. ഇപ്പൊ ഏറ്റവും നമ്മളൊക്കെ നമ്മുടെ നോർമൽ വെതർ കണ്ടീഷൻസ് അല്ലെങ്കിൽ ക്ലൗഡ്സ് ഇതെല്ലാം വരുന്നതാണ് ട്രോപ്പോസ്ഫിയർ റീജിയൻ എന്ന് പറയുന്നത്. സോ ദാറ്റ് എക്സ്റ്റെൻഡ്സ് അപ് ടു 11 കിലോമീറ്റർ ഫ്രം ദ മീൻ സീ. ുള്ള എർത്തിനോട് ചേർത്ത ഇതിലുള്ള ഏറ്റവും ആദ്യത്തെ ലെയർ ആയിട്ട് പറയുന്നത് ട്രോപ്പോസ്ഫിയർ ആണ്. ട്രോപ്പോസ്ഫിയർ ടെമ്പറേച്ചർ കണ്ടീഷൻ ഇതാണ് നമുക്ക് എപ്പോഴും വേണം. നമ്മൾ ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞു, നമുക്ക് സൗണ്ട് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ അറിയണം എന്ന് പറഞ്ഞത്. ദാറ്റ് ടെമ്പറേച്ചർ ഈസ് ആക്ച്വലി ഡിറ്റർമിൻ യൂസിങ് ദിസ് ഇക്വേഷൻ. ഇവിടെ എന്ന് വെച്ചാൽ ഓൾട്ടിറ്റ്യൂഡ് അനുസരിച്ച് അതായത് ഹൈറ്റ് കൂടുന്നതോറും ടെമ്പറേച്ചർ ഡിക്രീസസ്. സോ ദാറ്റ് ഡിക്രീസ് റേറ്റിനെ നമ്മൾ വിളിക്കുന്നതാണ് ലാപ്സ് റേറ്റ് എന്ന് പറയും. The rate of decrease is called lapse rate, and that lapse rate in the troposphere region is the value is 6.5 degrees centigrade per kilometer. ഇതാണ് ഓർത്ത് വെക്കുക. അപ്പോൾ കാരണം ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്, ആ ഓൾട്ടിറ്റ്യൂഡിൽ എത്രയാണ് എയർ ടെമ്പറേച്ചർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ യു നീഡ് ദ വാല്യൂ ഓഫ് ദിസ് ലാപ്സ് റേറ്റ്. ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ഡിക്രീസ്. അപ്പൊ അത് വാല്യൂ എന്ന് പറയുന്നത് 6.5 degrees centigrade per kilometer. So if you know the altitude, you can compute the temperature at any altitude using this equation T equal to T naught. ഈ T naught എന്ന് പറയുന്നതാണ് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞ ഇതാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് മീൻ സീ ലെവലിലെ വാല്യൂ. സീ ലെവൽ കണ്ടീഷനിലുള്ള T naught വാല്യൂ അതാണ് പ്രീവിയസ് സ്ലൈഡിലെ എത്രയാണ് വാല്യൂ, അത് ആ വാല്യൂ എപ്പോഴും ഓർത്ത് വെക്കുക. ആ T naught എന്ന് പറയുന്നത് 282.2 കെൽവിൻ ആണ്. ഈ വാല്യൂ സീ ലെവൽ കണ്ടീഷൻ, സീ ലെവലിലെ ടെമ്പറേച്ചർ വാല്യൂ ആണ്. So if you have the altitude at which the aircraft is flying, you can find the temperature at that altitude. So 282 minus alpha. Alpha is 6.5 into Z is the altitude. Kilometer il substitute here. So the troposphere region ulla temperature edilum point le temperature കാണാനായിട്ട് യൂസ് ചെയ്യാം. Then beyond that troposphere we have the stratosphere defined. അതായത് 11 കിലോമീറ്റർ തൊട്ട് and extending up to 32 kilometers, that region classified as stratosphere. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ടെമ്പറേച്ചർ സ്ട്രാറ്റോസ്ഫിയറിലെ ഇപ്പൊ നമ്മളെ ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് തന്നിരിക്കുന്ന നമ്മളൊരു പ്രോബ്ലം ചെയ്യാനായിട്ട് സപ്പോസ് ദ ഓൾട്ടിറ്റ്യൂഡ് അറ്റ് വിച്ച് ദ എയർക്രാഫ്റ്റ് ഇസ് ഫ്ലൈയിങ് ഈസ് 16,000 മീറ്റേഴ്സ് അല്ലെങ്കിൽ 16 കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട. കാരണം ഓൾട്ടിറ്റ്യൂഡ് സ്ട്രാറ്റോസ്ഫിയർ റീജിയൻ ആണെങ്കിൽ ഓർത്ത് വെക്കുക എപ്പോഴും
the temperature in the stratosphere region is constant and that is 216.5 Kelvin. ഈ വാല്യൂ എത്ര ഓൾട്ടിറ്റ്യൂഡ് ആയാലും, അതായത് 11 കിലോമീറ്ററിനും 32 കിലോമീറ്റർ ഇടയ്ക്കുള്ള ഏത് ഓൾട്ടിറ്റ്യൂഡിലെ calculations വന്നാലും temperature value you can take as 216.5 Kelvin. So that is the stratosphere. Then from 32 kilometer and up to 76 kilometer, the region called mesosphere. അതിലെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് അറിയാം. We have the ozone concentration there, so that absorbs the UV rays. അതിലെ വരുന്നത് ഇതാണ്. Temperature first increases 352 Kelvin, then you have a temperature decreasing to 240 Kelvin. So അപ്പോൾ അവിടെ temperature variations വരുന്നുണ്ട് because the rays from the there is absorption of UV rays in that region. Then beyond 76 kilometer and up to 640 kilometer, you classify it as ionosphere, where you have the electrically conducting, that layer contains electrically conducting particles. So our altitude and temperature that increases there, and അതിന്റെ അപ്പുറത്തോട്ട് വരുന്നത് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി ദിസ് ഔട്ടർ സ്പേസ് ആയിട്ട് വരുന്ന റീജിയൻ ആണ്. അപ്പൊ നോർമലി സാറ്റലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓർബിറ്റ് ചെയ്യുന്നത് ഈ അയണോസ്ഫിയർ, എക്സോസ്ഫിയർ, സ്പേസ് ഷട്ടിൽസ് ഇതെല്ലാം തന്നെ വരുന്നത് ഈ അയണോസ്ഫിയർ, എക്സോസ്ഫിയർ എന്നുള്ള ഓൾട്ടിറ്റ്യൂഡ്സിലാണ് അതിന്റെ ഓർബിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇത്രയും ഈ കാര്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞു വെച്ചാൽ, ഇത് ഇപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതിന്റെ പ്രോബ്ലത്തിൽ ഇതിന്റെ കാര്യം വരുന്നുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഓർത്ത് വെക്കേണ്ട കാര്യം, ഈ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിന്റെ ഈ പ്രഷർ വാല്യൂ 1.0133 ബാർ, അതായത് മീൻ സീ ലെവൽ വാല്യൂസ് എന്താണ്, ടെമ്പറേച്ചർ വാല്യൂ, വെലോസിറ്റി, സൗണ്ട് ഇതുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ നമുക്ക്. പ്രഷറും ടെമ്പറേച്ചർ ഓർത്ത് വയ്ക്കുക. മറ്റത് പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് ദെയർ ഇൻ യുവർ ഡാറ്റാ ബുക്ക്. അതുകൊണ്ട് ഞാൻ ഡാറ്റാ ബുക്ക് നിങ്ങൾ മേടിക്കാൻ പറയുന്നത്. എല്ലാ വാല്യൂസും ഡാറ്റാ ബുക്കിലുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. അപ്പൊ ഈ ട്രോപ്പോസ്ഫിയർ ഞാൻ പറഞ്ഞു, ട്രോപ്പോസ്ഫിയർ റീജിയനിലെ ടെമ്പറേച്ചർ, ഓൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ വേരിയേഷൻസ് ആൻഡ് ടെമ്പറേച്ചർ, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റാ ബുക്കില് ഒരു അറ്റ്മോസ്ഫിയറിക് പ്രോപ്പർട്ടീസിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാനിവിടെ സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ ഉള്ളവരെടുത്ത് നോക്കുക. അതായത് പേജ് നമ്പർ 19 and 20, അതായത് SM യാഹിയ ഗ്യാസ് ടേബിൾസ് ആണ് ഞാൻ കാണിക്കുന്നത്. 8th edition ആണെങ്കിൽ അതിന്റെ പേജ് നമ്പർ 19 and 20 give the properties of standard atmosphere. അപ്പൊ ഈ ISI ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിന്റെ വാല്യൂസ് ആണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. അതിന്റെ റെഫറൻസ് കണ്ടീഷൻസ് T0 വാല്യൂ ആണ് നമ്മൾ നേരത്തെ, സീ ലെവൽ വാല്യൂസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഓൾട്ടിറ്റ്യൂഡ്, അതിന്റെ ഫസ്റ്റ് കോളത്തിൽ Z വാല്യൂസ്, ഓൾട്ടിറ്റ്യൂഡിന്റെ വാല്യൂസ് ഉണ്ട്. ആൻഡ് അതർ പ്രോപ്പർട്ടീസ് ആർ ദെയർ ഡയറക്ട്ലി ഗിവൺ. അപ്പൊ ആ കാൽക്കുലേഷനിലോട്ട് പോകണമെന്നില്ല. പക്ഷെ ചില സമയത്ത് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാക്ട് വാല്യൂ ആണെന്നില്ല. സപ്പോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 100, 200, 300 എന്നുള്ള രീതിയിൽ. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ടേബിളിൽ നിന്ന് എടുക്കാം. പക്ഷെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പൊ 650 അല്ലെങ്കിൽ 639 ഓൾട്ടിറ്റ്യൂഡ്, Z ഈക്വൽ 1656 മീറ്റേഴ്സ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡയറക്ട്ലി ഇവിടെ നിന്ന് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് കേസ് ഇറ്റ് വിൽ ബി ബെറ്റർ, ഇറ്റ് ഈസ് മോർ ആക്യുറേറ്റ് ഇഫ് യു യൂസ് ദി ഇക്വേഷൻ. ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ല നമുക്കിപ്പോ 2000 മീറ്റർ ആൾട്ടിറ്റ്യൂഡ് ആണെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. ഡാറ്റാ ബുക്ക് എടുത്തിട്ട് 2000 മീറ്റർ എവിടെ നിന്നുള്ള നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ കോളത്തിൽ ഓരോ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അത് അവിടെ നിന്ന് റീഡ് ചെയ്യാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക്. അപ്പൊ അത് നിങ്ങൾ ഡാറ്റാ ബുക്ക് ഉള്ളവർ നോക്കുക, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കൂടുതൽ കാര്യങ്ങൾ കാണാം. ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 4 റീജിയൻസ് അല്ല 5 റീജിയൻസിന്റെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ആണ്. So you have this troposphere region, the temperature decreases with altitude. So you can see here, and the stratosphere you have the temperature remaining constant at 216.5 Kelvin, and then there is increase, remains for 350 at some height altitudes, then again drops. These are variations in കാര്യങ്ങളൊക്കെ ആ അറ്റ്മോസ്ഫിയർ ലെയേഴ്സിലുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. Okay, so with this a few notes, let us do a
a few numerical problems based on it. ആദ്യത്തെ പ്രോബ്ലം എഴുതിയെടുക്കുക. നിങ്ങൾക്ക് സ്ലൈഡ് കാണുന്നുണ്ടോ? ഹലോ, കാണാം സാർ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസിന്റെ വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്യാൻ നോക്കും. ഇതിനിടയിൽ അതും കൂടി ചെയ്ത് നോക്കുക. അത് ഒരു കാര്യമുണ്ട്, ക്ലാസ്സിന്റെ സെഷൻ ടൈമിൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അതിന്റെ സെറ്റിംഗ്സിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ സെറ്റിംഗ്സിൽ ടൈം സോൺ മാറി കിടക്കുമായിരുന്നു തോന്നുന്നു. അത് ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോൾ അവിടെ ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിൽ അവിടെ ഒരു അറ്റൻഡൻസിന്റെ ടൂൾ വന്നിട്ടുണ്ടാവും. അപ്പൊ അതിൻ്റെ അകത്ത് കയറി നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനത് പിന്നെ ചെയ്തോളാം. നിങ്ങളുടെ അല്ലാതെ തന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആരൊക്കെ ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഡാറ്റാബേസ് കിട്ടുന്നുണ്ട്. അപ്പൊ മാർക്ക് ചെയ്യാൻ പറ്റുന്നവർ മാർക്ക് ചെയ്യുക. അത് ഈ 12:30 1:20 ആകുമ്പോൾ കട്ടാവും. ഇടയ്ക്ക് നിൽക്കുള്ളൂ. സെഷൻ നടക്കുന്നതിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണില്ല. അത് കഴിഞ്ഞത് മാർക്ക് ചെയ്യാൻ പറ്റാത്തതാ. നമ്മൾ അത് കഴിഞ്ഞിട്ട് ആരോ കുറച്ച് പേര് മാർക്ക് ചെയ്തെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കുറച്ച് പേരുടെ സേവ് ആയിട്ടുള്ളതൊക്കെ അത് പിന്നെ ഞാൻ മാനുവലി ചെയ്തോളാം. മാർക്ക് ചെയ്യാൻ പറ്റുന്നവര് മാർക്ക് ചെയ്യാറ്. സാർ ഇപ്പൊ മാർക്ക് ചെയ്യുന്ന കാര്യമാണ്. അതെ അതെ, ഞാനിപ്പോ ആക്റ്റീവ് ആക്കി ഇട്ടിട്ടുണ്ട്. 12:30 ഇപ്പൊ ജസ്റ്റ് ആക്റ്റീവ് ആക്കി ഇട്ടിട്ടുണ്ട്. അത് 1:20 വരെ ഉണ്ടാവുള്ളൂ. അത് അതാണ് സെഷൻ ടൈം സെറ്റിംഗ്സ് അങ്ങനെ എന്താ കിടക്കുന്നതെന്ന് തോന്നുന്നു. സെഷൻ കഴിഞ്ഞാൽ കാണൂല. വന്നിട്ടുണ്ടോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ടൊന്ന് പറയാമോ നിങ്ങൾ? ട്യൂട്ടോറിയൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം. അപ്പൊ നിങ്ങള് ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ അറ്റൻഡൻസ് കൗണ്ട് ചെയ്ത് ഞാനത് കൺസോൾട്ടേറ്റഡ് വേറൊരു അറ്റൻഡൻസ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ ഉള്ളത് ഞാൻ മാർക്ക് ചെയ്ത് വരുന്നേ ഉള്ളൂ. നമ്മുടെ വെക്കേഷന് മുമ്പുള്ള അത് ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്തേക്കുന്ന മറ്റേ ക്ലാസ് നോട്ടും മറ്റേ എന്താണ് ക്വിസിന്റെ അപ്ഡേഷൻ എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഞാൻ. അപ്പൊ അത് കംപ്ലീറ്റ് ആയില്ല. കൺസോൾട്ടേറ്റ് ചെയ്യാൻ വേറൊരു ഇത് റിപ്പോർട്ട് നിങ്ങളുടെ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് പബ്ലിഷ് ചെയ്യാം. അപ്പൊ അത് പെൻഡിങ് ഉള്ളവർ പെൻഡിങ് ആക്കുക. പിന്നെ കഴിഞ്ഞ ഹലോ, മോഡിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ പാടാണ്. അപ്ലോഡ് ചെയ്യാൻ എന്താ പാടുള്ളത്? ഫോണിൽ നിന്ന് അപ്ലോഡ്, അതിന്റെ ആപ്പ് ഭയങ്കര ബഗ്ഗൊക്കെ. അല്ല, ആപ്പ് നിങ്ങൾ ബെറ്റർ നിങ്ങൾ ആപ്പ് യൂസ് ചെയ്യാതെ നിങ്ങൾ ഇതിലോട്ട് കയറുക. ആപ്പ് എനിക്ക് അറിയില്ല എന്താ പ്രശ്നം എന്നുള്ളത്. ഇത് പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഫോണിലല്ല സ്കാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഡെസ്ക്ടോപ്പ് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലല്ല, അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ കൂടുതൽ ഫോണിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫോണിൽ തന്നെ URL എടുത്തൂടെ? ആപ്പ് യൂസ് ചെയ്യാതെ എന്നാലേ അത് നോക്കണം. അത് ചെയ്യാൻ പറ്റും. ഈ ആപ്പ് എടുക്കുന്നതിന് ബെറ്റർ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആ വെബ്സൈറ്റ് എടുക്കുക. വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ പറ്റും. അത് നിങ്ങൾ ആപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ളൂ. സാറേ മറ്റേ കഴിഞ്ഞ തവണത്തെ ക്ലാസ് വർക്ക് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഗൂഗിൾ ക്ലാസ് റൂം ഗൂഗിൾ ക്ലാസ് റൂം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അത് പെയ്ഡ് ആക്കാൻ പോവുകയാണ്. അവര് പെയ്ഡ് ഇതിലോട്ട് മാറ്റുകയാണ്. അതുകൊണ്ടാണ് ഈ മൂഡിലോട്ട് മാറുന്നത്. കാരണം ഇത് വേറെ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. സെപ്റ്റംബർ കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ഒരു എന്താണ് ഒരു സാമ്പിൾ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ അവരൊരു എന്താ പറയുന്നത് പ്രീ പീരീഡ് ഉണ്ടായിരുന്നതാണ്. ഡെമോ ഒരു പ്രീ പീരീഡ് അത് എനിക്ക് തോന്നുന്നത് അവര് ഗൂഗിൾ അത് ട്രയൽ അത് പെയ്ഡ് ആക്കാൻ പോവുകയാണ്. അത് ചെയ്തു നോക്കും. കാരണം അതെനിക്ക് സെറ്റിംഗ്സിന് മാറ്റാൻ പറ്റത്തില്ല. ഇതിൻ്റെ അകത്തുള്ള പ്രശ്നം സെറ്റിംഗ്സ് ഓൾറെഡി കൊടുത്തത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് മൊത്തം ഡിസ്റ്റർബ്ഡ് ആവുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഞാൻ കട്ട് ഓഫ് ഡേറ്റ് കൊടുത്തിട്ടില്ല. എപ്പോഴാണോ പറ്റുന്നത് നിങ്ങൾ അത് അപ്ഡേറ്റ് ചെയ്തിടുക. അല്ലെങ്കിൽ എനിക്ക് സെറ്റിംഗ്സിൽ കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്ഡേറ്റ് പറ്റുന്നവർ ചെയ്തുകൊണ്ടിരിക്കുക. അത് സാർ ആ വീഡിയോ ഇന്നലെ ഒരു വട്ടം ഫുള്ള് കണ്ടു, എന്നിട്ടും ഓപ്പൺ ആയില്ല.
കണ്ടതാ സാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളത് യൂസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് ഇനീഷ്യലി കാണും. അത് നിങ്ങൾ അതുമായിട്ടൊന്ന് സഹകരിക്കുക. അപ്പൊ അത് കറക്റ്റ് ചെയ്യാം. നിങ്ങൾ പ്രശ്നമല്ല, നിങ്ങളത് ചെയ്യാൻ പറ്റുന്നവര് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ചെയ്യാത്തവരുടെ അത് ഓട്ടോ ഇതായിട്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ മാർക്ക് ചെയ്യാം. അതിന്റെ ആക്ടിവിറ്റി കംപ്ലീറ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരാം. നമ്മൾ നേരത്തെ ഉപയോഗിക്കും. ഇന്നത്തെ ക്ലാസ് ഇതുപോലെ തന്നെ ചെയ്യുകയാണെങ്കിലായിരിക്കുമല്ലോ. കഴിയട്ടെ, പാസ് കഴിഞ്ഞിട്ട് നോക്കാം. പിന്നെ എഴുതിയോ? എഴുതിയോ? അത് കംപ്ലീറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെ we have given 3 aircraft which are flying at different altitude. അതിൽ 3 എന്ന് പറയുന്നത് ഡാഷ് റേറ്റ് ബോയിങ് 747 കോൺകോർഡ്. ഈ 3 ഇതിന്റെ കേസാണ് പറഞ്ഞേക്കുന്നത്. So you have given the altitude at which these are flying. 4570 ഡാഷ് റേറ്റ്, രണ്ടാമത്തെ 9150 മീറ്ററില്, മൂന്നാമത്തെ 16,000. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നത് ആദ്യത്തെ 2 എന്താണ്? ട്രോപ്പോസ്ഫിയറിലാണ്. And the third one is in stratosphere. അപ്പോൾ ആ 16,600 meters എന്ന് പറയുന്നത് 16.6 കിലോമീറ്റർ വരും. So you find out the temperature at this altitude. അപ്പോൾ ഓരോന്നിന്റെ ഫ്ലൈറ്റ് സ്പീഡ് വന്നിട്ടുണ്ട് നമുക്ക്. So you have given what you know is Mach number equal to c/a. c കാണണം, a കാണണം. c തന്നിട്ടുണ്ട് നമുക്ക്. മൂന്നിന്റെ ഫ്ലൈയിങ് സ്പീഡ് തന്നിട്ടുണ്ട്. Only thing a you need to calculate. Okay. So a കാണുന്നുണ്ടെങ്കിൽ you have that equation a equal to root of gamma rt. Gamma rt, gamma r value you can take the air properties of gamma as 1.4 and r value 287 joule per kilogram Kelvin. So you take this for the properties of air. So you substitute these values. But temperature കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞത്. ഈ ഒരു 4570 എന്ന് പറയുന്നത് എക്സാക്ട് ആ ഒരു altitude നിങ്ങളുടെ ഡാറ്റ ബുക്കിൽ ഉണ്ടാവില്ല. So in such cases it is better we will be using, we can use T equal to T0 minus alpha z. ഇവിടെ T0 എന്ന് പറയുന്നത് എന്താണ്? The temperature of international standard atmosphere at mean sea level, so which is 288.2. ഇത് ഓർമ്മ വെക്കുക, 288.2 Kelvin. ആൽഫ എന്ന് പറയുന്ന ലാറ്റർ റേറ്റ് ആണ്, അത് 6.5 ഡിഗ്രി സെന്റിഗ്രേഡ് per kilometer. So you substitute this and compute the temperature value. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത് 288.2 മൈനസ് ഇവിടെ മീറ്ററിൽ ഇട്ടുകൊണ്ടാണ് ഇത് 6.5 മാറ്റിയേക്കുന്നത്. ആൽഫ ആൻഡ് so we get you 258.4 Kelvin. Then find out the air velocity of the sound a gamma rt 322 meter per second. So you can find the Mach number as c/a is equal to 0.43. So the subsonic aircraft dash rate എന്ന് പറയുന്നത് subsonic സ്പീഡിലാണ് ഫ്ലൈ ചെയ്യുന്നത്. So next you take the second case. Boeing 747 ആണെങ്കിൽ flight speed വന്നിട്ടുണ്ട് 978 km/h. So you can convert that into meter per second. It will come to 71.7 meter per second. Altitude value 9,150 meters. Further, again you can calculate the temperature at that altitude, 288.2 minus lap. So T equal to T0 minus alpha in Z. Alpha എന്ന് പറയുന്നത് 6.5 degree centigrade per kilometer. അല്ലെ മീറ്ററിലാണെങ്കിൽ per meter ആണെങ്കിൽ ആ വാല്യൂ ആണ്. Or this is also equal to 0.0065 degree centigrade per meter. Now substitute into altitude, so it comes to 28.7 Kelvin.
and sound velocity 1.4 into R by universal gas constant. R by R 287 തന്നെയാണ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ 8314 universal gas constant by molecular weight 29. So 287 വരും. So you get 303 meter per second. Again, Mach number value C by A, that comes as 0.897. Again, this is the subsonic Mach number value. And for the third one, we have 2340 km per hour flight speed is converted into 650 meter per second, and the altitude is 16,600 meters. So ഇത് എന്താണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞതാണ് ഇതിന് ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോകണ്ട. ഇത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓൾട്ടിറ്റ്യൂഡ് നോക്കുക, 11 കിലോമീറ്ററിന് 32 കിലോമീറ്റർ ആണ് സ്ട്രാറ്റോസ്ഫിയറിലാണ്. So the temperature is constant. The temperature is 216. അത് directly substitute ചെയ്താൽ മതി. Substituting, you get the sonic velocity that at that altitude as 294.9 meter per second, and the Mach number what you get is 2.2. This is a supersonic value. With the different Mach numbers altitudes വരുമ്പോൾ അതിന്റെ മൂന്ന് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിന്റെ Mach number വാല്യൂസിന്റെ കാൽക്കുലേഷൻ ആണ്. ഇതില് ഓർത്തിരിക്കേണ്ടത് ആ ഏത് ഓൾട്ടിറ്റ്യൂഡിലാണോ അത് വരുന്നത്, ആ ഓൾട്ടിറ്റ്യൂഡിലെ ടെമ്പറേച്ചർ വാല്യൂ അറിയണം. ഓൾട്ടിറ്റ്യൂഡില് ട്രോപ്പോസ്ഫിയറിലാണെങ്കിൽ യു use that equation with that lapse rate 6.5 degree centigrade per kilometer. അല്ലെങ്കിൽ ടേബിൾ യൂസ് ചെയ്യാം, ടേബിൾ യൂസ് ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞു. ഇപ്പോ or when you consider the stratosphere region, the temperature value is always constant at 216.6 or 216.5. ഇത് നോക്കുക. When you take down the second problem, supersonic aircraft is flying at an altitude of 3000 meters with a constant flight speed of 2000 km per hour. The aircraft passes directly over the ground or a ground observation point. Find the time taken to hear the sound waves from the aircraft at the observation point after it has passed directly over it. Assume average temperature of atmospheric air below 3000 meter altitude is 27 degrees centigrade. Altitude പറഞ്ഞിട്ടുണ്ട്. Also given the flight speed. ഇത് ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? The door. Hello. Hello. സാർ എഴുതുക. Okay.
കഴിഞ്ഞു സാർ. അപ്പൊ ഈ ഡയഗ്രാമില് സി എന്ന് പറയുന്നത് ഒബ്സർവേഷൻ പോയിന്റ് ആണ്. So this C denote the observation point where the observer is standing, and B and A denote the location of the aircraft. ഇത് B എന്ന് പറയുന്നത് അതിന്റെ ഓവർഹെഡ് പൊസിഷൻ, and A is the position beyond or after some time. അപ്പൊ ഈ ഒരു പോയിന്റിൽ എത്തുമ്പോഴാണ് ഈ പറയുന്ന ഒബ്സർവർ ആ സൗണ്ട് ബോക്സിന്റെ റീച്ച് സൗണ്ട് കേൾക്കുന്ന പറയുന്നത്. അതായത് ഒബ്സർവർ when the flight has moved or passed the overhead position, after some time only the observer is getting the sound of the aircraft. ഒരു സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്നുള്ളത് നമ്മൾ ഇതിന്റെ വർക്ക് പാറ്റേൺ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. ഇഫ് ദ ഒബ്സർവർ സപ്പോസ് എയർക്രാഫ്റ്റ് ഈസ് അറ്റ് ദ പോയിന്റ് ബി, അവിടെയാണെങ്കിൽ മാക്കോൺ എന്ന് പറയുന്നത് ഇതുപോലെ ആയിരിക്കും. അപ്പൊ ഞാൻ ഈ വരയ്ക്കുന്ന മാക്കോൺ ആ പോയിന്റിൽ വരുമ്പോൾ മാക്കോൺ. അപ്പൊ മാക്കോണിന്റെ അകത്ത് എപ്പോഴാണോ ആ ഒബ്സർവർ വരുന്നത് അങ്ങനെയുള്ളൂ. കാരണം ആ മാക്കോണിന്റെ അകത്തുള്ള റീജിയനാണ് എന്ത് സോൺ ഓഫ് ആക്ഷൻ എന്ന് നമ്മൾ പറഞ്ഞത്. അതിന്റെ അകത്ത് മാത്രമേ സൗണ്ട് ബോക്സ് ഉള്ളൂ. ഔട്ട്സൈഡ് ഇറ്റ് ഈസ് സോൺ ഓഫ് സൈലൻസ്. So when the observer is within that backbone, then only he will be hearing the sound. So B, ഈ എയർക്രാഫ്റ്റ് ബി എന്നുള്ള പൊസിഷനിലാവുമ്പോൾ ബാക്കോണിന്റെ അകത്തല്ല സി എന്നുള്ള ഒബ്സർവർ നിൽക്കുന്നത്. ഒബ്സർവർ പോയിന്റ് ഇസ് നോട്ട് വിത്തിൻ ദാറ്റ് കോൺ. ഒബ്സർവർ becomes inside that cone only when that flight is reaching the point A. അപ്പൊ A എന്നുള്ള പൊസിഷനിൽ വരുമ്പോൾ ഇവിടെ നിന്നുള്ള മാക്കോണിന്റെ വരയ്ക്കുവാണെങ്കിൽ ആ മാക്രോണിന്റെ അകത്തായിരിക്കും. അപ്പൊ അന്നേരം ജസ്റ്റ് ആ ഏരിയ എത്തുമ്പോഴാണ് ഇയാള് ഈ സി എന്ന് പറയുന്നത് ഈ മാക്രോണിന്റെ അകത്ത് ജസ്റ്റ് ആവും. പിന്നെ ഞാനാഫ്റ്റർ ഹിൽ ബി ഹിയറിംഗ് കിട്ടും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എത്ര ടൈം കഴിഞ്ഞിട്ടാണ് ഒബ്സർവർ അയാളുടെ ഈ സൂപ്പർസോണിക് ജെറ്റിന്റെ സൗണ്ട് കേൾക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിനെ നമുക്ക് അറിയാവുന്ന ഈ മാക് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കറിയാം. മാക് നമ്പർ അറിയാമെന്നുണ്ടെങ്കിൽ മാക് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. മാക് ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ എത്ര പൊസിഷൻ ഇയാൾ ബിന്ന് എയിലോട്ട് മൂവ് ചെയ്യാൻ എടുത്ത് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡിസ്റ്റൻസ് അറിഞ്ഞാൽ നമുക്ക് അതിന്റെ ടൈം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ വെലോസിറ്റി സൗണ്ട് തന്നിട്ടുണ്ട്, നോട്ട് സൗണ്ട് ഫ്ലൈറ്റ് തന്നിട്ടുണ്ട് 2000 km/h. that you can convert into meter per second. It will be becoming 555.5 meter per second. The temperature പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡാറ്റ ബുക്ക് യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 2000 meter altitude average temperature പറഞ്ഞിട്ടുണ്ട് 27 degree centigrade. So that you substitute here 27 300 Kelvin ആണ്. So that when you substitute it, you will getting the sound velocity as 347.19. അതിന് മാക് നമ്പർ കണ്ടുപിടിക്കുക. മാക് നമ്പർ you are getting as 1.6. മാക് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ you can get that Mach angle alpha 38.68 1 by m ആണ് sin alpha. So alpha Mach angle you can get. Mach angle കിട്ടിക്കഴിഞ്ഞാൽ ആ ജോമെട്രി നമുക്ക് അറിയാം. നമുക്ക് ഇതാണ് ആ ഡയഗ്രത്തിലുള്ളത്. So this was that diagram. C, D and A. ഈ ആംഗിൾ ആൽഫയാണ് കണ്ടുപിടിച്ചേക്കുന്നത്. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം. ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? meters ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട്. 3000 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട് ഫ്ലൈറ്റിന്റെ. ആൽഫ അറിയാമെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്. സപ്പോസ് ദിസ് ഇസ് എക്സ്. If this is x, you can find that x from the diagram. X എന്ന് പറയുന്നത് x എന്ന് പറയുന്നത് velocity into time. That x will be velocity into time. So that you get the time. Velocity of the aircraft into time. അതിൽ നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 6.75 seconds. So the observer will be hearing the sound of the aircraft after 6.75 seconds. Okay. We'll go to the next problem. The speed indicator of an airplane, which is calibrated without taking the effect of compressibility, has registered a speed of 800 km/h at an altitude of 6000 meters
determine the true speed of the airplane, also determine the stagnation temperature pressure at the nose, repeated tube. Temperature minus 25 degrees centigrade, pressure 0.654 bar at 6000 meter altitude. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എയർക്രാഫ്റ്റിന്റെ indicated speed is the speed without taking the compressibility effect into consideration. നമ്മൾ incompressible flow assumptionൽ എടുത്തിരിക്കുന്ന വാല്യൂ ആണ്, പറഞ്ഞിരിക്കുന്ന വാല്യൂ ആണ് 800 കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആക്ച്വൽ സ്പീഡ് എന്താണ്? ആക്ച്വലി ദർ ഈസ് compressibility effect in the flow. So what will be the actual speed of the aircraft, or true speed of the aircraft? അതാണ്. So you can take down the question. So to determine the true speed of the aircraft, first you have given the actual or the indicated speed that you convert it into meter per second. Then altitude of the aircraft is 6000 meter per second. Above height density value you can compute because the pressure and temperature are given. So you can use the equation state P equal to rho RT. From that you can determine the density of the air at 6000 meter altitude. Then you write down the incompressible flow equation. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തതാണ്, നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് for incompressible flow P0 minus P0 by ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് half rho c square equal to 1. Compressibility factor 1 ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേ ഇക്വേഷൻ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്, വേറെ ഈ ഇക്വേഷൻ അല്ല. So that equation you can use and to get the your stagnation pressure value. So stagnation pressure value, the incompressible flow equation to get the stagnation pressure value. That stagnation pressure in a static pressure value തന്നിട്ടുണ്ട്. So you can find the stagnation temperature using the compressible flow equation. Now for compressible flow, you consider compressible flow. And for compressible flow, you have this equation, the relation number isotropic adiabatic conditions derive ചെയ്തിട്ടുള്ളതാണ്. So you find out the stagnation temperature. Once the stagnation temperature value is known, static temperature value question പറഞ്ഞിട്ടുണ്ട്. അതിന്റെ Mach number value calculate ചെയ്യാം. Mach number value calculate ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് സൗണ്ടിന്റെ വെലോസിറ്റി, ടെമ്പറേച്ചർ ആയ സൗണ്ടിന്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. Then you can find the true speed. Mach number value m equal to c by a. C ഇതാണ് കാണുന്നത്. A കാൽക്കുലേറ്റ് ചെയ്യുക. Mach number you calculate from the stagnation temperature ratio. So finally you get the actual or the true speed of the aircraft as 758 kilometers per hour. Clear ആയോ? ഹലോ, ഹലോ,
Yes, sir. Okay. So let's move to the last problem of the day. Here at minus 20 degrees centigrade and 0.86 bar enters the turbojet engine at a relative velocity of 120 meter per second through the intake area of 0.4 meter square. The combustion products leave the engine at 0.8 bar with velocity 330 meter per second to an exit area of 0.6 meter square. Assume that the mass of the fuel added for combustion is negligible and the products have the same properties as air. Find the net thrust developed as a result of flow through the engine. Okay, I'll explain you. Copy the question later. ഇവിടെ ഒരു turbojet engine the inlet exit data തന്നിട്ടുണ്ട് നമുക്ക്. Suppose the inlet area is given. So this is the intake manifold of that engine. So at the exit area you have 0.6 meter area. Exit area inlet is 0.3. Inlet 0.4 meter square area. So the flow where enter the combustion chamber through this intake manifold. After combustion, the product which is exit ചെയ്യുന്നതാണ് combustion gases ആണ് exit ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഫ്യൂവലിന്റെ മാസ് എന്ന് പറയുന്നത് വളരെ negligible ആണ് compared to the mass of air. So you can neglect the mass of the fuel so that the combustion gases actually air properties അല്ല, but we can assume approximate that the combustion gases behave as perfect gas. So the products have the same properties as that of air. With that assumption, you have to compute what the thrust developed due to the flow through the engine, flow through the combustion chamber. The thrust കാണാനായിട്ട് നമ്മൾ ടോപ്പിക് അവസാനത്തെ ഒരു ടോപ്പിക് പറഞ്ഞ എന്താണ് thrust developed is equal to impulse function difference F2 minus F1. Impulse function calculate inlet exit impulse functions calculate here. The difference will give you the thrust. So data inlet properties T1, inlet properties T1, pressure P1, then velocity C1, exit level P2, P2, C2. So you compute the impulse function at inlet and exit. Impulse function impulse function is PA plus rho AC square. Impulse function is PA plus rho AC square. Pressure exit inlet pressure inlet pressure 8.86 bar, temperature minus 20 degrees centigrade. Exit pressure this exit pressure okay. So we can exit pressure 0.8 bar, right? 0.8 bar and 8 bar. So the density calculate here P1 by R P1. That equation you can find the density of the inlet section. Mass flow you can compute using m dot equal to rho AC, rho 1 A1 C1. Rho 1 compute here. Area അറിയാം. Velocity inlet velocity 120 meter per second. Inlet velocity is 120 meter per second. Exit velocity is 330 meter per second. T1 C2 350 330 meter per second. It is 120 meter per second. P1 minus 20 degree centigrade. For given P1 So exit data തന്നിട്ടില്ലെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. മാസ് ഫ്ലോ റേറ്റ് അറിയാമെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. So with that values, you can compute the inlet and exit impulse functions. F2 minus F1 all non-data. So you substitute and then get the thrust developed because of the flow through the engine manifold. So simple equations are problems problems directly you can
substitute the data, given data. Any unknown data you can solve using these simple equations. Okay. Okay, sir. Doubts ഉണ്ടെങ്കിൽ ചോദിക്കാം. Doubt ഇല്ല sir. Okay. Okay, then I'm stopping. നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ എല്ലാവരും? ചെയ്തു സാർ. അറ്റൻഡൻസ് മാർക്ക് ചെയ്തോ? അറ്റൻഡൻസ് വരുന്നില്ല അതിനകത്ത്. അറ്റൻഡൻസ് വരുന്നില്ലെങ്കിൽ ടൈം കഴിഞ്ഞ് കാണും. കുറച്ചു മുമ്പ് എടുത്ത് നോക്കിയായിരുന്നു. അറ്റൻഡൻസ് വന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കട്ടെ, ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വന്നിട്ടുണ്ടോ നോക്കാം. മാർക്ക് ചെയ്തില്ലേ? നിങ്ങൾ മാർക്ക് ചെയ്തത് പറഞ്ഞ പലരും ഓക്കെ. ഐ വിൽ സീ ഇറ്റ്. അതിനകത്ത് അറ്റൻഡൻസ് ഓപ്ഷൻ വന്നിട്ടില്ലായിരുന്നു. അറ്റൻഡൻസ് ഓപ്ഷൻ വന്നിട്ടില്ലായിരുന്നു. നോക്കട്ടെ, എന്തോ പ്രശ്നം എന്നുള്ള അറിയത്തില്ല. നമ്മൾ യൂസ് ചെയ്തോ ചെക്ക് ചെയ്യുന്നതിലുള്ളൂ. അപ്പൊ നിങ്ങള് ഇന്നത്തെ ക്ലാസ് നോട്ടും ക്വിസിന്റെ ലിങ്ക് വരും. ഇവിടെ കുറച്ച് മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കുറെ അധികം പേര് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് വരാത്തതല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തതിലാണെങ്കിൽ ആവട്ടെ, നോക്കാം. അതിൽ സീറ്റ് അപ്പൊ ഇന്നത്തെ ആക്ടിവിറ്റി ലിങ്ക് ഒരു 10 മിനിറ്റിനുള്ളിൽ വരാം. ഞാൻ ഇട്ടില്ല, 10 മിനിറ്റിനുള്ളിൽ കിട്ടേക്കാം. അപ്പൊ അത് നിങ്ങൾ ചെയ്യാം. എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ അത് ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ.